കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ സീരിയൽ കില്ലറായ ജിനിനെ ലീയും കാറ് കൊണ്ടിടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രോസിക്യൂട്ടറും കാണുന്നുണ്ട്. അവനും ജിനിന്റെ അടുത്ത് വന്നിരുന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. നീ ജീവനോടുണ്ടായിരുന്നോ? നിന്റെ വേദന ഇവിടെ നിന്നും തുടങ്ങാനായിട്ട് പോവുകയാണ്. അവനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രോസിക്യൂട്ടറിനും ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. നിങ്ങളല്ലേ അവനെ കാറ് കൊണ്ട് മനഃപൂർവ്വം ഇടിപ്പിച്ചത്? ലീയും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നീ അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഒരു ജഡ്ജിന് ചേർന്നതാണോ? പോലീസുകാരും ആ ഒരു ഫ്രിഡ്ജിൽ നിന്നും തെളിവെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. അടുത്ത ദിവസം ലീയുടെ ചീഫും അവനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവനാണല്ലോ ജിൻ ഒരു സീരിയൽ കില്ലർ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. നീ ആരാ? പ്രോസിക്യൂട്ടർ ആണോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം ജിന്ന് സീരിയൽ കില്ലർ ആണ് എന്നുള്ള കാര്യം? അതിന്റെ ക്രെഡിറ്റ് ലീയും ചീഫിനാണ് കൊടുക്കുന്നത്. നിങ്ങളല്ലേ എനിക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നിയമങ്ങളെല്ലാം നിങ്ങളിലൂടെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സീരിയൽ കില്ലറിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ നിനക്ക് ആ കേസ് വരില്ല. ഇവിടെയുള്ള ഒരു സീനിയർ ജഡ്ജും നിന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആള് വളരെ സന്തോഷത്തിലാണ്. അയാളുടെ പേര് ബേക്ക് എന്നാണ്. അയാളൊരു നല്ലവനായ മനുഷ്യനായിരുന്നു. ഇവന്റെ കീഴിലാണ് ലീയും വർക്ക് ചെയ്യുന്നത്. ലീയും അയാളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിന്നെ പോലൊരു ജൂനിയറിനെ കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. നീ ചെയ്ത പ്രവൃത്തി വളരെ നന്നായിട്ടുണ്ട്. നീ കേസ് പരിഹരിച്ചത് കൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും എന്നിൽ നിന്നും വേണമോ എന്ന് അയാളും ചോദിക്കുന്നുണ്ട്. ഇതേ സമയം വില്ലനായ ചീഫ് ജഡ്ജും ലീയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ സീരിയൽ കില്ലറിനെ പിടിച്ച കാര്യമൊക്കെ അയാളും ന്യൂസിലൂടെ വായിക്കുന്നുണ്ട്. ഇവിടെ ലീയും എനിക്ക് ജിന്നിന്റെ ട്രയൽ കാണണം, അതുകൊണ്ട് ഒരു അസോസിയേറ്റഡ് ജഡ്ജായിട്ട് എന്നെ മാറ്റണമെന്ന് അയാളോടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ പാനലില് ഇവനെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് ചീഫിനോടും പറയുന്നുണ്ട്. ഇവിടെ വില്ലനും ലീയുടെ ഭാവി അമ്മായിയച്ഛൻ ചെയർമാനായിരിക്കുന്ന ആ ഒരു ലോ ഓഫീസിലും എത്ര കേസുകൾ നമ്മൾ വിജയിച്ചു എന്ന് ചോദിക്കുമ്പോ 12 കേസാണ് ഈ വർഷം അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. താങ്കൾ പറഞ്ഞത് പ്രകാരം 12ഉം അവർ തോറ്റു എന്ന് പറയുന്നുണ്ട്. അയാളും കാണിക്കുന്നുണ്ട്. വില്ലനും അയാളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 12 കേസും നിങ്ങൾ തോറ്റുവല്ലേ? അത് നിങ്ങളുടെ ഓഫീസിന് ഒരുപാട് ചീത്തപ്പേരുണ്ടായി കാണും. വില്ലനും അവിടെ ഇരിക്കുന്ന ഫുഡൊക്കെ വലിച്ചു വാരി കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ വക്കീലിന്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടണം. വാദിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള വക്കീലന്മാരൊന്നുമില്ല. നിങ്ങൾ ഒരാളെ കണ്ടെത്തണമെന്നൊക്കെ വില്ലനും പറയുന്നുണ്ട്. അതിനയാളും നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് വില്ലനോട് പറയുന്നുണ്ട്. ശേഷം ജിനിന്റെ ട്രയൽ നടക്കുകയാണ്. അവന്റെ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. വീൽ ചെയറിലാണ് അവൻ ഇപ്പോഴുള്ളത്. ഇവനും ട്രയൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ആദ്യത്തെ കേസ് തന്നെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും ഈ ജന്മത്തിൽ സംഭവിക്കാനായിട്ട് പാടില്ല. എനിക്ക് അതെല്ലാം തിരുത്തണം, എല്ലാം നേരെയാക്കണം. ആ മരിച്ച പെൺകുട്ടിക്ക് 20 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അങ്ങനെ മരിക്കേണ്ടവളായിരുന്നില്ല അവള്. ലീം ആ പെൺകുട്ടിയുടെ അമ്മയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനെ അന്നേ കാറ് കയറ്റി കൊല്ലേണ്ടതായിരുന്നു. അതിനെ ലീം അവന് വിധിക്കേണ്ടത് ഞാനല്ല. എല്ലാ രാത്രിയിലും അജിന്നിനെ നിങ്ങൾ ശപിക്കണം. അവൻ വേദനയോടെ ജീവിക്കണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം. ആ ഒരു കൊലപാതകം നേരിട്ട് കണ്ട ഒരാളുണ്ട്. ലീം അയാളെ പോയി കാണുന്നുണ്ട്. അയാളെ കൺവിൻസ് ചെയ്ത് മൊഴി കൊടുക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അവസാനത്തെ വിധി പറയാനായിട്ട് പോകുന്നത് ലീ ആണെന്ന് ചീഫും അനൗൺസ് ചെയ്യുന്നുണ്ട്. അവനും എനിക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാമോ എന്ന് ചീഫിനോട് ചോദിക്കുന്നുണ്ട്. 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒരാള് മരണത്തിന്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവനെ വെറുക്കണം. അതുകൊണ്ട് കൃത്യമായ നീതി ഇവിടെ നടപ്പാക്കണം. മറ്റൊരു സ്ത്രീയും അവിടേക്ക് വരുന്നുണ്ട്. അത് രണ്ടാമത്തെ വിക്ടിമിന്റെ അമ്മയാണ്. അവള് കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ആ സമയത്താണ് അവള് കൊല്ലപ്പെട്ടത്. വിക്ടിംസിന് വേണ്ടി ഞാൻ ഈ വിധി പറയുകയാണ്. ഡിഫൻഡന്റ് ആയ ജിന്നിന് വധശിക്ഷ വിധിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു കുട്ടിയും, അത് മാത്രല്ല ആ കങ്ങ് ഇവന്റെ കൂട്ടാളി ആയിട്ട് ജയിലിലേക്ക് പോകേണ്ടവളായിരുന്നു. പക്ഷെ അവര് രണ്ടുപേരും ഞാൻ രക്ഷിച്ചു. ജിന്നിനെ വീൽ ചെയറിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴി അവൻ അവിടെ വന്ന് വീണ് പോകുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവരും അവന് അത് തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. ശേഷം ലീം പുറത്തേക്ക് വരുമ്പോ ഇവന്റെ വക്കീല് കൂട്ടുകാരനെ ആ ഒരു വില്ലന്റെ സെക്രട്ടറി വിളിച്ചുകൊണ്ട് പോകുന്നത് അവന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെ ഫോളോ ചെയ്ത് ലീയും പോകുന്നുണ്ട്. അവനെ ഇയാൾ വിളിച്ചിട്ട് ലീയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാ ചോദിച്ചത്? അവനെ കുറിച്ചാണ് ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഇവന് നന്നായിട്ട് അസൂയക്ക് വരുന്നുണ്ട്. നിങ്ങൾ എത്ര നാളായി പരിചയമുണ്ട് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും അയാളോടും ചോദിക്കുന്നുണ്ട്. ഇവര് പോകുമ്പോ ഇവരുടെ പിന്നാലെ തന്നെ ലീയും പോകുന്നു. അവരൊരു ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടേക്ക് വില്ലനായ ആ ഒരു ജഡ്ജും വരുന്നത് ലീയും കാണുന്നുണ്ട്. ഒരുപാട് നാളായല്ലോ നമ്മൾ കണ്ടിട്ട് എന്ന് അവന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇവരും ലീയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അവന്റെ മേലെ ഒരു ശ്രദ്ധ വേണം. ആ ബേക്കിന്റെ കീഴിലാണ് അവനുള്ളത്. ശേഷം ലീയും അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവന്റെ അമ്മയ്ക്കും അച്ഛനും ഈ കാർഡ്ബോർഡും മറ്റും കളക്ട് ചെയ്ത് അത് വിൽക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവനും അമ്മയെ കാണുന്നുണ്ട്. നീ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് ഇവിടെ വന്നത്? എനിക്കിവിടെ അടുത്ത് വരേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വന്നത്. ഇന്ന് തന്നെ ഞാൻ തിരിച്ചു പോകും. നിനക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? നിന്റെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണോ? ഇല്ലെന്ന് അവനും പറയുന്നുണ്ട്. അമ്മയെ കാണുമ്പോ അവന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അമ്മയും അവൻ സഹായിക്കുന്നുണ്ട്. അവിടേക്ക് അവന്റെ അച്ഛനും വരുന്നുണ്ട്. നീ വീക്കെൻഡിൽ വരുമെന്നല്ലേ പറഞ്ഞത്? ഞാനിവിടെ അടുത്ത് വന്നതാണ്, അങ്ങനെ ഇവിടെ കയറിയതാണ്. ഇപ്പോഴും എന്റെ അച്ഛന്റെ കണ്ണിലേക്ക് നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ പുറത്ത് കിടക്കുന്ന കാറ് നിന്റെയാണോ? അത് ഞാൻ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചതാണ്. ഞങ്ങളെ കാറിൽ നീ കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കുമ്പോ അവനെ കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു മുത്തശ്ശി എവിടേക്ക് വരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ
ഇവരുടെ പേരക്കുട്ടിക്കാണ് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരും കോടതി മുറിയിൽ വന്നിട്ട് ലിയോ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. അവനും കുറ്റബോധം തോന്നുന്നുണ്ട്. ഇവിടെ ബേക്കും ലിയോ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് കൊടുക്കാനായിട്ട് ചീഫിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കേസ് കിട്ടിയാൽ അവൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്ന് നമുക്കറിയണം. അങ്ങനെ ഇവനും പുതിയൊരു കേസ് വരുന്നുണ്ട്. പാർക്ക് എന്നയാളാണ് ഡിഫൻഡന്റ് ആയിട്ട് സീറ്റിലിരിക്കുന്നത്. ഇവൻ ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നാണ് കേസ്. അവളുടെ മരണച്ചടങ്ങിന് വരുമ്പോ അവളുടെ അമ്മയും അവനെ ഒരുപാട് പഴിക്കുന്നുണ്ട്. നീയാണ് അവളെ കൊന്നത് എന്നൊക്കെ അവരും പറയുന്നുണ്ട്. അവരും കുഴഞ്ഞു വീഴുന്നുണ്ട്. ഇവർക്ക് ശരിക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. പക്ഷെ ആക്സിഡന്റ് സംഭവിക്കുന്നതിന്റെ 3 മാസം മുന്നേ ഇവള് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പണം കിട്ടാനായിട്ട് പോകുന്നത് അവളുടെ ഫാമിലിക്കായിരുന്നില്ല, പകരം ഇവനായിരുന്നു. ഇവന്റെ പേരാണ് നോമിനി ആയിട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. സിറ്റിയില് റെസ്റ്റോറന്റ് നടത്തുന്നതാണ് ഇവന്റെ ജോലി. പണത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. പക്ഷേ ഇവന്റെ വക്കീല് പറയുന്നത് ആ ഒരു ഇൻഷുറൻസ് അവൾ എടുത്തു എന്നുള്ളത് അവന് അറിയില്ല എന്നാണ്. ഇവന്റെ കൂട്ടുകാരനും നിനക്ക് കിട്ടിയിരിക്കുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ആണല്ലോ, നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്, എന്ത് വിധിയാ നീ കൊടുക്കാൻ പോകുന്നത്? അവനും ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ വക്കീലിനും അവനൊന്നും തന്നെ പറയാത്തതില് ഒരുപാട് അസൂയ തോന്നുന്നുണ്ട്. ലീയും ആ ഒരു കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയം ഇവനവന്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. ഇന്നലെ നമ്മള് ഒരു മുത്തശ്ശി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവര് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവന്റെ അമ്മ അതെ, ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അത് മാത്രല്ല കുറച്ച് കാർഡ്ബോർഡും മറ്റും അവര് കളക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ അവനും ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന് ഫോൺ വെക്കുന്നുണ്ട്. അവനും ആ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു വളവ് തന്നെയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. അന്ന് ആക്സിഡന്റ് നടന്ന ദിവസം പാർക്കും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവള് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ആക്സിഡന്റ് എന്ന് മാത്രമാണ് നമുക്ക് തോന്നുക. പക്ഷേ അവൾ മരിക്കുന്നതിന് മുന്നേ 8 ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതാണ് ഒരു സംശയം. അത് മാത്രല്ല പാർക്കാണ് അതിന്റെ ഒരേ ഒരു അവകാശി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് വേറൊരു വഴിയിലേക്ക് നീങ്ങിയേനെ. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നത് ലീം ശ്രദ്ധിക്കുന്നത്. അവളും ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊരു പോലീസ് ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു റിപ്പോർട്ടറാണ്, ഡേജിൻ ഡെയിലിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവനും അവളെ ഓർമ്മ വരുന്നുണ്ട്. ആദ്യത്തെ എപ്പിസോഡില് ഇവനും ട്രയലിന് പോകുന്ന സമയം ഒരു പെൺകുട്ടിയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനിടയിൽ താഴേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് ഇവളാണ്. ഞാനിവിടേക്ക് ഇതിന്റെ റിപ്പോർട്ടിന് വേണ്ടിട്ട് വരികയായിരുന്നു. നോക്കുമ്പോ നിങ്ങളുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. സിയോനിന്റെ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. ഒരു റിപ്പോർട്ടർ എന്താ അവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. ഞാൻ പറയാം, സിയോൻ എന്റെ ഒരു ഫ്രണ്ടാണ്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമല്ല, ഞങ്ങൾക്ക് കുറെ നാളായിട്ട് പരിചയമുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ശരിക്കും പാർക്ക് തന്നെയാണോ അവളെ കൊന്നിട്ടുണ്ടായിരിക്കുന്നത്? ആ ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് സിയോനിനെ കൊന്നിട്ടുണ്ടായിരിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്തണം. അവള് നിങ്ങളുടെ ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവളുടെ കസിനായ ഗായോങ്ങിനെയും നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ. അത് ശരി, എനിക്കറിയാം, ഞങ്ങൾ ഒരു തവണ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് അവളും പറയുന്നുണ്ട്. അവനും വീക്കെൻഡ് ആകുമ്പോ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു മുത്തശ്ശിയും അവിടെ നിൽക്കുന്നത് ഇവനും കാണുന്നത്. ഇവനിപ്പോഴും കുറ്റബോധമുണ്ട്. ഇവനും ചായയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവനും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവനും കരയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. നിനക്കിതെന്ത് പറ്റി എന്നൊക്കെ അവരും ചോദിക്കുമ്പോ ഞാൻ അറിയാതെ ഒരുപാട് വെള്ളം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അവനത് മാനേജ് ചെയ്യുന്നുണ്ട്. അച്ഛനും അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോ അവനും എനിക്കൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ വില്ലൻ ജഡ്ജും ലീയുടെ കൂട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് തന്നെ ലീയുടെ കാര്യങ്ങള് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചീഫ് ജസ്റ്റിസിന്റെ പൊസിഷൻ വരികയാണ്. അതിൽ മത്സരിക്കാനായിട്ട് ബേക്കും വരുന്നുണ്ട്. ബേക്കിന്റെ ജൂനിയർ ആണ് ലീ. അവരുടെ കേസുകളൊന്നും വിജയിക്കാനായിട്ട് പാടില്ല. അവന്റെ കേസുകൾ മങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കൂ. അവിടെ ഒരു ജഡ്ജ് ഉണ്ടെന്ന് ഞാൻ കേട്ടല്ലോ, ലീ എന്നല്ലേ അവന്റെ പേര്? അത് കേൾക്കുമ്പോ ഈ വക്കീല് കൂട്ടുകാരന് വിഷമാകുന്നുണ്ട്. ഇവന്റെ പേര് ആ വില്ലൻ ഓർമ്മയില്ല, പക്ഷെ ലീയുടെ പേര് കൃത്യമായിട്ടും അവൻ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഇവരും ഒരേ ഏജ് ആണ്, ഒരേ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അവനെ കുറിച്ച് പറയുന്നത് ഒന്നും തന്നെ ഇവന് സഹിക്കുന്നില്ല. 2 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു, എന്നിട്ട് ഈ ജഡ്ജിന് എന്റെ പേര് പോലും അറിയില്ല. അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിന്നെ പറ്റി ആൾക്ക് നന്നായിട്ട് അറിയാം. അതിനവനും എന്റെ പേര് അറിയില്ല, പക്ഷെ ലീയുടെ പേര് ആൾക്ക് കൃത്യമായിട്ട് അറിയാലോ എന്നൊക്കെ ഇവനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലീയും ആ മുത്തശ്ശിയെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവന് നോക്കുമ്പോ അവരുടെ പേരക്കുട്ടി ഇപ്പോ ഹൈസ്കൂളിലാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. അവളും അവരെ കാണാനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ലീയും കാണുന്നുണ്ട്. ഇവരെയും ഫോളോ ചെയ്ത് പോകുന്ന സമയം ഇവരെവിടെയാണ് താമസിക്കുന്നതെന്ന് ഇവനും കണ്ടുപിടിക്കുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം ഇവനും ഉണരുന്നുണ്ട്. ഇവൻ ഉണർന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കുന്നുണ്ട്. ഇതെന്റെ റൂം തന്നെയല്ലേ, 10 വർഷം മുന്നേ ഉള്ള, ഇനി മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും 2025 തന്നെയല്ലേ ഞാനുള്ളത്, ഒന്നും തന്നെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് അവന് സന്തോഷിക്കുന്നുണ്ട്. ഇനി എങ്ങാനും 2035 തിരിച്ചു പോയാലോ? ശേഷം ഇവനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്.
നോക്കുന്നുണ്ട്. മുമ്പൊന്നും അവന് ഇതിനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശേഷം ലീയും കേസിന്റെ ഡീറ്റെയിൽസ് പഠിക്കുകയാണ്. ആ സമയം ചീഫും ഇവനെ വിളിച്ചിട്ട്, നീ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകണം. ആ ഒരു ലോ ഓഫീസ് നടത്തുന്ന ആ വക്കീലിന് നിന്നെ മരുമകനാക്കാനായിട്ട് താല്പര്യമുണ്ട്. അയാളുടെ ഇളയ മകളെ നീ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞ അഡ്രസ്സും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവളും അവിടേക്ക് വരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ അവന്റെ ഭാര്യയാണത്. അവളും അവിടേക്ക് വരുന്ന സമയം അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞതിലും 1 മണിക്കൂർ താമസിച്ചാണ് ഇവളും എത്തിയിട്ടുണ്ടായിരുന്നത്. അവളും അവിടെയെല്ലാം നോക്കുന്നുണ്ട്. ഇതുവരെ എത്തിയില്ലേ? അവിടെ ഒരിടത്ത് ഒരു ഗ്ലാസ് മാത്രം ഇരിക്കുന്നത് കാണുമ്പോ അവളും അവിടെ പോയിരിക്കുന്നുണ്ട്. ഇനി അവൻ എഴുന്നേറ്റ് പോയതാണെങ്കിലോ? പക്ഷേ ആ സമയം ഒരു വയസ്സായ മനുഷ്യനും അവിടെ വന്നിരിക്കുന്നുണ്ട്. അത് അയാളുടെ സീറ്റായിരുന്നു. ഇവള് തെറ്റിദ്ധരിച്ചതാണ്. ആ സമയം ലീം ഇവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് ലേറ്റ് ആവും എന്നാണ് അതിലുണ്ടായിരുന്നത്. വയസ്സായാലും നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ലീം മനഃപൂർവ്വം താമസിച്ച് പോകുന്നതാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവൾ 1 മണിക്കൂർ താമസിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റാൾക്കാരെ ഇവള് ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇവളും അവനെയും കാത്തിരിക്കുന്നുണ്ട്. അവൻ വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇനിയും ലേറ്റ് ആവും. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അവൻ അറിയാമോ എന്ന് പറഞ്ഞ് അവളും പോകാനായിട്ട് ഇറങ്ങുമ്പോ അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് ഇവളും കൂട്ടിയിടിക്കുന്നുണ്ട്. അവളും വീഴാതെ ലീയും അവളെ പിടിക്കുന്നു. ആ ജോലിക്കാരിയോടും അവള് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനവരും നിങ്ങളുടെ ഡ്രസ്സിന് എന്ത് പണം വേണമെങ്കിലും ഞാൻ തന്നുകൊള്ളാം എന്നൊക്കെ പറയുമ്പോ അവളും ആ സ്റ്റാഫിനെ അപമാനിക്കുന്നുണ്ട്. ഈ ഡ്രസ്സിന് എത്ര രൂപയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങളെ കൊണ്ട് താങ്ങാനാകില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അങ്ങേറ്റ് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവളെ അടിക്കാനായിട്ട് പോകുമ്പോ ലീയും അത് തടയുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിക്കുമ്പോ ലീയും, നിങ്ങൾ ഇത്രയും നേരം എന്നെയാണ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് എന്ന് അവന് പറയുന്നുണ്ട്. ഇവൾക്കും ദേഷ്യം വന്ന് ലീക്കിട്ട് ഒരു അടി വെച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നവര് എല്ലാവരും ഇത് കാണുന്നുണ്ട്. എത്ര നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്നൊരു കാര്യം ചെയ്യാം, വെയിറ്റ് ചെയ്യുന്നതിന് അങ്ങനെ കേസ് ഒന്നും വരില്ല. പക്ഷെ എന്നെ പബ്ലിക്കായിട്ട് അടിച്ചതിന് നിനക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനവളും ധൈര്യം ഉണ്ടെങ്കിൽ നീ കേസ് കൊടുത്തു നോക്ക് എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. നീ വെറും ഒരു ജഡ്ജ് മാത്രമാണ്. അതിനവനും ആ ഒരു ലോ ഓഫീസിലെ നിന്റെ അച്ഛനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അയാളുടെ മകൾക്കെതിരെ ഒരു ജഡ്ജ് കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിനക്കത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചത് നിന്റെ തെറ്റാണ്. അവളോട് മാപ്പ് പറയാനായിട്ട് അവനും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കേസൊന്നും കൊടുക്കില്ല. കഴിഞ്ഞ ജന്മത്തിൽ അവളുടെ സഹോദരങ്ങളെ തള്ളിമാറ്റി ആ ഒരു ലോ ഓഫീസ് ഇവൾക്കും ഏറ്റെടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൾ ആ ഒരു അവസരം പാഴാക്കില്ല. അങ്ങനെ അവൻ പറഞ്ഞത് കേട്ട് ആ സ്റ്റാഫിനോടും ഇവള് സോറി പറയുന്നുണ്ട്. അവളാണെങ്കിൽ അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾക്ക് അവിടെ നടന്നതൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബേക്കിനും പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. ആ സന്തോഷ വാർത്ത അവൻ ചീഫിനെ അറിയിക്കുന്നുണ്ട്. ശേഷം ലീക്ക് വന്നിരിക്കുന്ന ആ ഒരു കേസ് വലിയൊരു വാർത്തയാകുന്നുണ്ട്. ഇൻഷുറൻസ് പണത്തിന് വേണ്ടി കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത തന്നെ അവിടെ ആകുന്നുണ്ട്. ആ കേസ് ഇവന് വന്നു കഴിഞ്ഞാൽ ആ വില്ലനും ഇവനെ കുറിച്ച് അറിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീയെ ആ പെൺകുട്ടി അടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛനും സഹോദരനും ഒക്കെ ഇത് കാണുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇത് നിന്റെ തെറ്റാണ്, നീ ആ ഡേറ്റിന് കൃത്യമായിട്ട് പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇയാളുടെ രണ്ടാമത്തെ മകളും വക്കീലാണ്. അവള് വലിയ എഫിഷ്യന്റ് ആണ്, ഇവളെ പോലെയൊന്നും അല്ല. അവളും കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആൾക്ക് കൊണ്ടു കൊടുക്കുമ്പോ ആൾക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. ഇവൾക്കും ആ ഒരു ജഡ്ജിനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഇനി ഞാൻ തകർക്കുമെന്ന് അവളും പെറുപ്പെറുക്കുന്നുണ്ട്. അവൾ ഇവനെ അടിക്കുന്നത് ഇവന്റെ വക്കീൽ ഫ്രണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അവനും അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ച നീ സോളിലേക്ക് പോയിരുന്നോ? അതെ, എന്റെ അമ്മയെ കാണാനായിട്ട് പോയിരുന്നു. നീയാണോ ആ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നത്? അതില് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി അവനെ അടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുണ്ടായിരുന്ന ആള് നീയാണോ എന്ന് അവനോട് ചോദിക്കുമ്പോ അത് നീ കണ്ടു അല്ലേ? അവനും തകർന്നിരിക്കുന്നത് ലീയും കാണുന്നുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ്, നമ്മുടെ ചീഫാണ് ആ ബ്ലൈൻഡ് ഡേറ്റ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. ആ ഒരു ലോ ഓഫീസിലുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവന്റെ മുഖവും വല്ലാതാകുന്നത് കണ്ട് ലീക്കും കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ അസൂയെന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് അവനും മനസ്സിലോർക്കുന്നുണ്ട്. എന്തു പറ്റി? ഒന്നുമില്ലല്ലോ എന്ന് അവനും പറയുന്നുണ്ട്. ശേഷം ഇവനും ട്രയലിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു റിപ്പോർട്ടർ പെൺകുട്ടിയും ഇവനൊരു ജഡ്ജാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവനും അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളും അവൻ പോലീസ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൻ ഈ ഒരു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മറ്റ് ജഡ്ജിമാരാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണല്ലോ. അതുകൊണ്ട് ഒരുപാട് ജഡ്ജിമാര് ആ ഒരു കേസിന്റെ ട്രയൽ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനും കേസ് വിളിക്കുന്നുണ്ട്. ഡിഫൻഡന്റായ പാർക്കിനെയും അവിടേക്ക് വിളിക്കുന്നു. ആ സമയത്ത് ചീഫും ബേക്കും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല ഇവന്റെ കൂട്ടുകാരനായ വക്കീലും. നിനക്കും ആകാംക്ഷയുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. കഴിഞ്ഞ ട്രയലിന് പറഞ്ഞിരുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ കസിനായ ഗായോങ്ങിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അവളും കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ലീം, നിങ്ങൾ തെറ്റായ മൊഴിയാണ് ഇവിടെ പറയുന്നതെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പാർക്കിനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോ എന്റെ കസിന്റെ കൂടെ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയം എപ്പോഴെങ്കിലും സിയോനും ആ 8 ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലെന്നവളും. അവള് പാർക്കിനോട് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിനക്കറിയാമോ? ഇല്ലെന്നവളും. ചീഫും പാർക്ക് പറയുകയാണ് ആ ഒരു ഇൻഷുറൻസിനെ പറ്റി അവൻ അറിയില്ല എന്നാണെങ്കിൽ അവനെ കുറ്റക്കാരൻ
കുറ്റക്കാരനെന്ന് വിധിക്കാനായിട്ടാകില്ലല്ലോ. രണ്ട് പ്രശ്നമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സിയോൻ ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പാർക്കിന് അറിയാമോ എന്നതും അവൾ എന്തിനാണ് 8 പോളിസി എടുത്തിട്ടുണ്ടായിരുന്നതെന്നും നമുക്കറിയണം. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രോസിക്യൂട്ടറെ വിളിച്ചിട്ട് ഈ ഗായോങ്ങിന്റെ ഫോണ് ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അയാളും അതിന്റെ ആവശ്യം വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗായോങ്ങിന് മാത്രമാണ് സിയോൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നും അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് പാർക്കിനാണ് എന്നുള്ള കാര്യം അറിയാവുന്നതും. അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഫോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിന് ഇക്കാര്യം അറിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ? അത് പാർക്കിന് ഏറെ ഗുണം ചെയ്യല്ലോ. അതിന് പ്രതിഭാഗവും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യുക എന്ന് പറയുമ്പോ പ്രോസിക്യൂട്ടറും അത് ചെയ്യാമെന്ന് അവനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ പ്രതിഭാഗം അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഗായങ്ങിന്റെ ഫോണും അവര് വാങ്ങുന്നുണ്ട്. ലീയും അതല്ല, വേറൊരു ഫോൺ ഉണ്ടല്ലോ പേഴ്സണൽ കോളൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് നീ വെച്ചിരിക്കുന്നത്. അവൾ ഞെട്ടുന്നുണ്ട്. അത് കുറച്ചുനാൾ മുന്നേ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോ അവിടെ ഒരു മൊബൈൽ ഫോണിന്റെ റിങ് കേൾക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. അത് അവളുടെ ബാഗിൽ നിന്നാണ് കേൾക്കുന്നത്. ആ കോള് നിങ്ങൾക്ക് എടുക്കാം. അവളും ബാഗ് തുറന്ന് അവളുടെ ഒരു ഫോണും എടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് റിംഗ് ടോൺ കേൾക്കുന്നുണ്ടായിരുന്നത്. അവളും ഫോൺ എടുക്കുന്നുണ്ട്. അത് ലീ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമെന്ന് അവനും പറയുന്നുണ്ട്. അവളും ഷോക്കാകുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.